മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി വൈദികരടക്കമുള്ളവരെ ആക്രമിച്ച സംഭവത്തിൽ 3 പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. അതേസമയം ആക്രമണം നടത്തിയത് കോൺഗ്രസ് അനുകൂല സംഘടനയാണെന്ന പുതിയ വാദവുമായി ബി.ജെ.പി. നേതാവ് വി മുരളീധരൻ രംഗത്തെത്തി. ആക്രമണത്തിന് വിധേയനായ ഫാദർ ഡേവിസ് ജോർജിന്റെ കുടുംബത്തെ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. മതപരിവർത്തനം ആരോപിച്ച് പോലീസ് നോക്കി നിൽക്കെ നടന്ന ആക്രമണം. എന്നിട്ട് 4 ദിനം വേണ്ടി വന്നു പരാതിയിൽ പോലീസിന് എഫ്ഐആർ ഇടാൻ. ആക്രമണം നടന്ന ദിനം മുതൽ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ പ്രചരിച്ചതാണ്. പക്ഷേ പോലീസിന് ഇത്ര ദിവസം കൊണ്ട് തിരിച്ചറിയാനായത് 3 പേരെ. ഒരു സ്ത്രീയും 2 പുരുഷന്മാരുമാണ് പ്രതിപട്ടികയിൽ ഇപ്പോഴുള്ളത്. പ്രതികളെല്ലാം ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്. സംഭവത്തിൽ ഇതുവരെ ഒരാളെ പോലും പിടികൂടാൻ പോലീസിനായിട്ടില്ല. ഒളിവിലെന്നാണ് വാദം. 2 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതേസമയം ജബൽപൂരിൽ ആക്രമണം നടത്തിയത് കോൺഗ്രസ് അനുകൂല സംഘടന എന്ന പുതിയ വാദം ഉന്നയിക്കുകയാണ് ബി.ജെ.പി. നേതാവ് വി മുരളീധരൻ. ബി.ജെ.പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ചേർന്ന ബജരംഗി സേന, ആ സേനയുടെ ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ അതിന് ബി.ജെ.പിക്ക് എന്താ കാര്യം? ആക്രമണത്തിന് വിധേയനായ ഫാദർ ഡേവിസ് ജോർജിന്റെ വസതി മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. ഡേവിസ് ജോർജുമായി മന്ത്രി ഫോണിൽ സംസാരിച്ചു. ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചുമതലയേറ്റു പോകുന്നവരുടെ മുമ്പിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ഭീകരത ചെറുതല്ല. പി ബാലചന്ദ്രൻ MLA യോടൊപ്പമാണ് മന്ത്രി എത്തിയത്. 24 മുംബൈ.